വിദ്യാസ്വരാജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. അപ്പോൾ നമ്മൾ 2025ലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണോ? 2024 എങ്ങനെ ഉണ്ടായിരുന്നു? ഈ 2025 എന്ന് കേട്ടപ്പോൾ അല്ലെങ്കിൽ അതിനോടടുത്ത് നമ്മൾ വന്നപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ കാര്യം ഞാൻ പറയുന്നത് എനിക്കൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനൊരു ഇനി അത് ആ ഒരു 2025 എന്ന് പറയുന്ന ആ ഒരു നമ്പറിൻ്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും 2025 വളരെ എന്താ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അറിയില്ല, നമുക്ക് നോക്കാം അല്ലേ. അപ്പം 2024 എങ്ങനെയായിരുന്നു? എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരുന്നോ? 2024 എനിക്കെങ്ങനെയായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പറയുന്നതിന് മുൻപ് ചിലവർക്ക് ചില വർഷങ്ങൾ നല്ലതായിരിക്കും, ചിലവർക്ക് ചില വർഷങ്ങൾ മോശമായിരിക്കും. അങ്ങനെയാണല്ലോ അല്ലേ. അത് ഇപ്പം എല്ലാവർക്കും മനുഷ്യരല്ലേ, അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് 2024 എന്ന് പറയുന്നത് എന്താ ഒരു മിക്സഡ് ഇയർ ആയിരുന്നു. അതായത് നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒരുപോലെ. ഒരുപക്ഷെ മോശം കാര്യങ്ങളാണ് കുറച്ചും കൂടെ കൂടുതലുണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനെല്ലാം പിന്നിലാക്കിക്കൊണ്ട് എനിക്ക് വളരെ വലിയൊരു കാര്യം, വളരെ ഒരു സന്തോഷം ഉള്ളൊരു കാര്യം ഈ 2024 അത് എൻ്റെ കുഞ്ഞു മോൻ്റെ ജനനമാണ്. കാരണം വളരെയധികം കോംപ്ലിക്കേഷനിലൂടെ കടന്നു പോയതാണ് ഞാൻ ഈ ഒരു ഡെലിവറിക്ക്. അപ്പോൾ അമ്മയും കുഞ്ഞിനെയും കിട്ടില്ല, 50-50 ആണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് മോൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അവൻ്റെ ഒരു പിറവി എന്ന് പറയുന്നത്. അപ്പോൾ ആൾ ഒക്കെയാണ്, ഒരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു, ദൈവം സഹായിച്ച്, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണത്. അപ്പോൾ അവൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ തരണം ചെയ്ത് വരുമ്പോൾ എന്തായാലും എനിക്ക് 2024 എന്ന് പറയുന്നത് വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു വർഷം ആയിരുന്നു. ആ ഒരു കാര്യം ഒഴിച്ചു വെച്ചാൽ പിന്നെ എന്താ ഒരു നെഗറ്റീവ് സൈഡ് പറയുമെങ്കിൽ എൻ്റെ കരിയർ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷണലി ഞാൻ കുറച്ച് ഡൗൺ ആയ ഒരു ഇയർ ആയിരുന്നു 2024 എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ പാട്ടിനെ കുറച്ച് ബാക്കിലോട്ട് അങ്ങനെ പറയാമോ എന്ന് തന്നെ എനിക്കറിയില്ല. ചിലപ്പോൾ ഓരോ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കും. മ്യൂസിക്കലി കുറച്ച് ബാക്കിലോട്ട് പോയൊരു ഇയർ ആയിരുന്നു. കൂടുതലും എൻ്റെ മറ്റ് കാര്യങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാനൊക്കെ ആയിരുന്നു ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിരുന്നത്. പിന്നെ പൊതുവേ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ വളരെ ഡൗൺ ആയിപ്പോയ ഒരു ഇയർ ആയിരുന്നു 2024 എന്ന് പറയുന്നത്. വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും പഴയ പോലെ അത്ര ഒരു ആക്റ്റീവ് അല്ലായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല. ഇത് ചില വർഷങ്ങൾ ചിലർക്ക് എന്താ നല്ലതായിരിക്കും, ചിലർക്ക് മോശമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ എനിക്കൊരു മിക്സഡ് ഇയർ ആയിരുന്നു. എങ്കിലും കൂടുതലും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും ഒരു എന്താ പറയുക, ഒരു അവിയിലെ ഒരു കുറച്ചൊക്കെ മോശം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു വർഷമാണ് ഈ 2024 എനിക്ക്. അപ്പോൾ 2025 എനിക്ക് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തോ ഒരു പോസിറ്റീവ് വൈബാണ് തോന്നുന്നത്. അറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നമ്പറിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മനസ്സിലൊരു തോന്നലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഇതുപോലെ തന്നെയാണോ? ഞാൻ ഈ പറയുന്ന പോലെ തന്നെയാണോ? ഇപ്പം എല്ലാ വർഷവും മനുഷ്യരാകുമ്പോൾ എല്ലാ ഏറ്റക്കുറച്ചിലുകളും നഷ്ടങ്ങളും എല്ലാം ഉണ്ടാവും. എന്നിരുന്നാലും നമ്മളിങ്ങനെ ഓരോ വർഷങ്ങളുടെ ഒരു ബേസിസിൽ നോക്കുമ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. അത് വെച്ചാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. പിന്നെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും എന്താണ്, ഡോണ്ട് ട്രസ്റ്റ് എനി വൺ എന്നുള്ളത് ഞാൻ ഭയങ്കരമായിട്ട് പഠിച്ചൊരു കാര്യമാണ്. അത് എല്ലാ മനുഷ്യരും അങ്ങനെയാണല്ലോ, എല്ലാവരും പഠിക്കുന്നൊരു കാര്യമാണ്, എല്ലാ വർഷവും പഠിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വർഷവും പഠിച്ചൊരു കാര്യമാണ്. ആരെയും നമ്മൾ അമിതമായിട്ട് വിശ്വസിക്കാൻ പാടില്ല, ഒരുപാട് സിൻസിയർ ആവാൻ പാടില്ല ആരോടും. നമ്മൾ എപ്പോഴും ഒരു ലിമിറ്റിന് പോകുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നല്ലത്. എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. അപ്പം അതാണ് ഈ വർഷം എന്നെ ഏറ്റവും അധികം പഠിപ്പിച്ചൊരു കാര്യം. ചിരിക്കുന്ന മുഖങ്ങളെല്ലാം സത്യമല്ല. ചിരിക്കുന്ന മുഖങ്ങളിലും മറ്റൊരു മുഖം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു വർഷവും കൂടിയാണിത്.
അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി ഈ ഒരു വർഷത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺസ് അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഡൗൺ ആയിപ്പോയ വശം മാത്രം ചിന്തിച്ച് അങ്ങനെ ഇരിക്കുന്നില്ല. ഇത് നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ തന്നെ ആവണം. നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺസിൽ ഡൗൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കാതെ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് വെക്കണം എന്നുള്ളൊരു കാര്യം എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. കാരണം നെഗറ്റീവ് ആലോചിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അടുത്തൊരു രീതിയിലോട്ട് അല്ലെങ്കിൽ അടുത്തൊരു ചുവട് വെക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ. നമ്മൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ ഡൗൺ ആയി പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 വന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ എക്സ്പീരിയൻസുകളാണല്ലോ നമ്മളെ പലതും പഠിപ്പിക്കുന്നത്. ഒക്കെ നമ്മളൊരു പാഠങ്ങളായിട്ട് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ. 2025 എല്ലാവർക്കും ഒരു നല്ല ഇയർ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.